ഈ പറഞ്ഞ പോലെ എം.ആർ. അജിത് കുമാറിൻ്റെ വക്കാലത്തെടുത്തിട്ടുമല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് സാമാന്യ ബുദ്ധിക്ക് ഞാൻ പറയുകയാണ്, റേസ് ചെയ്ത പോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ അൻവർ സ്വന്തം ക്രെഡിബിലിറ്റി അല്പം കുറച്ചു എന്നും എം.ആർ. അജിത് കുമാറിന് നിഷ്കളങ്കനായിട്ട് പുറത്തിറങ്ങാനുള്ള ഒരു വഴി ഒരുങ്ങി എന്ന് ഞാൻ. കാരണം ഈ പറഞ്ഞ തെളിവുകളൊന്നും അല്ല ഇദ്ദേഹത്തിൻ്റെ ആകെ ഉള്ളത്, ഫോൺ സംഭാഷണങ്ങളാണ്. ഈ ഫോൺ സംഭാഷണം വെച്ചിട്ട് ഒരാളെ നിങ്ങൾക്ക് ശിക്ഷിക്കാനോ ഒന്നിനും പറ്റില്ല. മറ്റെല്ലാ തെളിവുകളും ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇതും എടുക്കാം. ഇപ്പോൾ BNS വന്നതോടെ പ്രൈമറി എവിഡൻസ് ആയിട്ട് ഫോൺ സംഭാഷണം എടുക്കും. നേരത്തെ സെക്കൻഡറി സപ്പോർട്ടിങ് എവിഡൻസ് ആയിരുന്നു, ഇപ്പോൾ പ്രൈമറി എവിഡൻസ് ആണ്. ബട്ട് ഒരു പ്രൈമറി എവിഡൻസ് മാത്രമേ നിങ്ങളുടെ ഉള്ളൂ. അത് ഈ സംസാരിച്ച ആൾ ഡിസോൺ ചെയ്യുകയാണെന്ന് വെച്ചോ, യെസ് ഐ മെയ്ഡ് എ ഫുൾ സ്റ്റേറ്റ്, ആണ് ഇത്ര ഗൗരവമൊന്നും കൊടുത്തില്ല. അല്ല, നിങ്ങൾ ADGPയെ പറ്റി പറഞ്ഞ് അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ സാർ, പുള്ളി എന്നെ ഒന്ന് കൊച്ചാക്കി സംസാരിച്ചു, എനിക്ക് ദേഷ്യം വന്നു, ഞാനിത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ അങ്ങ് പറഞ്ഞു. ഇതൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. സോ ഹി ഹാസ് നോട്ട് മെയ്ഡ് എനി സീരിയസ് അലിഗേഷൻസ്.